സഭയെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം ഒരു ഭക്ഷണമായി മാറിയ രാത്രി, വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപനത്തെ നാം ആദരപൂർവ്വം സ്മരിക്കുന്ന ഒരു രാത്രി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള കഥയുണ്ട്. ആ ക്യാമ്പിൽ അവർക്ക് ഭക്ഷണമായി ലഭിച്ചിരുന്നത് ഒരു കഷണം ഉണക്ക അപ്പം മാത്രമായിരുന്നു. പക്ഷേ ആ വിശ്വാസി തൻ്റെ ഓഹരിയിൽ പകുതി മുറിച്ച് മറ്റുള്ളവർക്ക് നൽകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ അപ്പം എൻ്റേതല്ല, ഇത് ക്രിസ്തു എനിക്ക് നൽകപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി, വിഭജിച്ച് നൽകുവാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, പെസഹ എന്ന് പറയുന്നത് മുറിക്കപ്പെടുവാനും പങ്കുവയ്ക്കപ്പെടുവാനുമുള്ള ഒരവസരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളെ മറ്റുള്ളവർക്കായി വിഭജിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ആ സ്വീകരണം പൂർണ്ണതയിൽ എത്തുകയില്ല. സഭാപണ്ഡിതനായ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: ബലിപീഠത്തിന് മുകളിലുള്ള ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ ആരാധിക്കുകയും പുറത്തു വന്ന് തണുപ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ദരിദ്രരായ സഹോദരിൽ യേശുവിനെയും അവഗണിക്കുകയും ചെയ്യരുത്. വിശുദ്ധ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയും ജീവിതമാവുന്ന കുർബാനയും ഒന്നാണെന്ന് മഹാനായ സഭാപണ്ഡിതൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം അധ്യായം 13:34 ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ എന്ന കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ തിരുവചനം ഒരു ഉപദേശമല്ല, അത് ദൈവത്തിൻ്റെ നിയമമാണ്. ഈ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് തിരുവത്താഴ വേളയിൽ ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ നടന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈശോയുടെ കാലുകഴുകൽ ശുശ്രൂഷകളിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം സേവനത്തിൻ്റെ പാഠമാണ്. നിങ്ങൾ ഭവനത്തിൽ അമ്മയെ സഹായിക്കുമ്പോഴും ക്ലാസ്സുകളിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും യേശു ചെയ്യുന്നതാണ് നിങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈശോയുടെ ഈ ബലിദാനം നമ്മളെ പുതിയ തലങ്ങളിലേക്ക് നയിക്കും. പ്രിയ മാതാപിതാക്കളെ, സഭയെന്ന് പറഞ്ഞാൽ പരസ്പരം കാലുകൾ കഴുകുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അധികാരത്തിനല്ല, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇടവകളിലും ഭവനങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും സഹിച്ചും നമുക്ക് ഒരുമയോടെ ജീവിക്കുവാൻ ഈ പെസഹ വ്യാഴം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ രാത്രിയിൽ ഈശോ നമുക്ക് ദാനമായി മഹത്തായ ദിവ്യബലി കുർബാന നമുക്ക് നൽകുകയാണ്. ഈ കുർബാനയെ, ഈ ആരാധനയെ നമുക്ക് ആരാധിക്കുകയും വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതവും അപ്പവും വീഞ്ഞും പോലെയായിരിക്കണം. ദൈവത്തെയും സമൂഹത്തെയും ഒരുമിച്ച് സ്നേഹിക്കുവാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായ സമർപ്പണം നടത്തുവാനും നമുക്ക് ഈ പെസഹ വ്യാഴം ഉപകരിക്കണം. സ്നേഹപൂർവ്വം മുറിക്കപ്പെട്ട ഈ വിശുദ്ധ തിരുനാളിൻ്റെ സജീവ സ്മരണയും നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും എന്നും നിലനിൽക്കട്ടെ. പരിശുദ്ധമായ പെസഹ വ്യാഴ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.